ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. തലപതി വിജയുടെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന്. സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ 7 സ്ക്രീൻ സ്റ്റുഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ വന്നിട്ടുണ്ട്. അതെന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. അത് ലിയോ 2 അല്ലെങ്കിൽ തലപതി 17 പ്രഖ്യാപിച്ചു എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. എന്താണ് സംഗതി എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചത് പലപ്പോഴും ഈ സെവൻ സ്ക്രീനിന്റെ സ്റ്റുഡിയോസിൽ എപ്പോഴും ഈ വിജയ് ബർത്ത്ഡേക്ക് സ്പെഷ്യൽ വീഡിയോസ് ആയിട്ട് അവർ പലരും ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു സാധനമായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇതിലിപ്പോ എന്താണ് തലപതി 70 പ്രഖ്യാപനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും 2 മിനിറ്റും ചില്ലറയും വരുന്ന ഒരു വീഡിയോ ആണ്. കണ്ടു നോക്കാം. റെഡി. ഇത് ലിയോയുടെ ഇത് തന്നെയാണല്ലോ. വിജയ് 1. എടാ, ഇത് ലിയോ ആണോ നീ? വിജയ്. ഓ, തുടക്കം കാണിക്കാൻ അല്ലേ? ആദ്യത്തെ ചിത്രം. ഓക്കെ. 2. നടന്ന് തുടങ്ങി ചെക്കൻ. അതൊരു ജേണി പോലെയാണ് കാണിക്കണേ. ഓടി തുടങ്ങി ഇളയ തലപതി വിജയ് 29. ബോക്സിംഗ് മറ്റേ വെട്രി. ഓ, കപ്പ്. ഗില്ലി. തലപതി വിജയ് 64, 64. ലോക്കി മാസ്റ്റർ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സെവന്റിലേക്ക് ചാടറില്ല. അയ്യോ, വന്നോ? 71 ആണോ നീ? ഓ, സിംഹാസനം, ക്രൗൺ. Tough times never last. Tough people do. Oh, tough people do last. Yes. Happy birthday, Talapati. Wishing from 7 Screen Studio. ഇതിപ്പോ എന്താ സംഭവം? ആദ്യത്തെ സിനിമ മുതലാണ് കാണിക്കണത്. ആദ്യത്തെ സിനിമ, 2ാം സിനിമ, 29ാമത്തെ സിനിമ, 64ാം സിനിമ, 68, 69, തലപതി 69 വരെ കാണിച്ചു. 70ലേക്ക് ചാടാൻ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചു. ആൻഡ് 70 കഴിഞ്ഞിട്ടുള്ള 1ലേക്കാണ് നേരെ പോയിട്ടുള്ളത്. അപ്പൊ അത് എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. എന്തായാലും തലപതി 70 ഫിക്സഡ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. 70 കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും വരുന്നുള്ളതാണോ, അതോ എനിക്ക് തോന്നുന്നു 1 കൊടുത്തിട്ടുള്ളത്. ഓ യെസ്, അതായത് എന്തൊരു കഴകം, തമിഴക വെട്രിക്കഴകം എന്ന് പറഞ്ഞുള്ള പുള്ളിക്കാരന്റെ 2026 വരാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി, അതിൽ ആ ക്രൗണിൽ ഇരിക്കും എന്നുള്ള രീതിയിലാണ് കാണിച്ചതാണ് എനിക്ക് തോന്നുന്നത്. 71, അത് 70 കഴിഞ്ഞിട്ട് 1, ആദ്യം ഒരു പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ. അതായത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ, ഇനിയിപ്പോ മന്ത്രിയാകുമ്പോ ഇല്ലയോ എന്തോ ആവട്ടെ, പൊളിറ്റിക്സിലെ തുടക്കം എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ 1 ഇട്ടിട്ടുണ്ടാവുക. 70 ആയപ്പോഴേക്ക് പുള്ളിക്കാരൻ ആ സിംഹാസനത്തിൽ കയറി ഇരുന്നു എന്നുള്ളത് കാണിച്ചതായിരിക്കാം. അപ്പൊ 70 എന്തായാലും ഉണ്ട്. അത് ഏതായിരിക്കും? ലിയോ 2 പറയാൻ കാരണം മിക്കവാറും ഈ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് അത് ലിയോയുടെ കൊടുത്തുകൊണ്ടായിരിക്കാം. ഒരു പക്ഷെ ലിയോ 2, തലപതി 70 ലിയോ 2 ആണെന്നുള്ളതായിരിക്കാം. മേ ബി അതിന് ചാൻസ് ഉണ്ട്. കാരണം എന്തായാലും ലോക്കിയുടെ പടം ഇനി വരാനിരിക്കുകയാണ്. ലിയോ അവിടെ വെച്ച് നിർത്തിയേക്കാണ്. അതായത് കമൽഹാസന്റെ വോയിസ് ഒക്കെ വന്ന് ഇനി എന്തായിരിക്കും സംഭവിക്കുക, ദില്ലിന്റെ കൂടെ കൂടോ കമൽഹാസന്റെ കൂടെ കൂടോ എന്ത് ഇനി സംഭവിക്കും, ലിയോ 2-ൽ ഇനി എന്തായിരിക്കും വരിക, ഇനി ഓപ്പോസിറ്റ് റോളക്സ് തമ്മിൽ ഒരു വമ്പൻ ഫൈറ്റ് വരാൻ സാധ്യത ഉണ്ടോ, ഇനി ഇവർ ഒന്നാണോ ഒന്നും അറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള സാധനം എന്തായാലും വരും. അപ്പൊ 70 നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ്കോഴ്സ് ലിയോ 2 തന്നെ ആയിരിക്കും തലപതി 70 ആയിട്ട് വരാനുള്ള സാധ്യത. അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ അവർ ഈ മ്യൂസിക് യൂസ് ചെയ്യുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സാധ്യത ഇല്ലാതില്ല. അപ്പൊ തലപതി 70 ഉണ്ട്, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അത് ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു കേട്ടാണ്. അപ്പൊ പുതിയൊരു സ്പെഷ്യൽ ഒരു സംഭവം ഇതിൽ പറയാൻ കഴിയില്ല. അവര് മൊത്തത്തിൽ ഇതുവരെയുള്ള വിജയുടെ ആ ഒരു യാത്ര, ആ ഒരു ജേണി, അതിനെ ആദ്യത്തെ സിനിമ മുതൽ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. എന്നിട്ട് 1 കാണിച്ചിരിക്കുന്നത്
ഉറപ്പാണ് അത് പൊളിറ്റിക്സിലുള്ള ഒരു കാൽവെപ്പ് തന്നെയാണ് കാണിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. സോ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ഡിയർ തലപതി.